ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അത് നമ്മുടെ കൂട്ടുകാർക്ക് പകർന്നു നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് 5 വർഷം മുൻപ് നമ്മൾ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്താണ്, ഏകദേശം 5 വർഷം തികയുന്ന സമയത്ത് എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ മകൻ ഗ്രേസൺ ഉമേഷ്, ക്യാൻസർ എന്ന മഹാവ്യാധി ബാധിച്ച് നമ്മളെ വിട്ടകന്നു പോയത്. നമ്മുടെ ചാനലിൻ്റെ രീതി ഇതൊന്നുമല്ല. ഇപ്പം നിങ്ങൾക്ക് ചാനൽ കണ്ടാൽ കാണാൻ കഴിയും, ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, ഇതുപോലെ ക്യാൻസർ ബാധിച്ച് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അവൻ്റെ പേരിൽ സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയുടെയും സ്റ്റാർട്ടപ്പിൽ ഇങ്ങനെ നിങ്ങൾ കാണേണ്ടി വരുന്നത്. നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതിലൂടെ എന്തെങ്കിലും നമ്മുടെ ചാനലിന് വളർച്ചയുണ്ടായി അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കുരുന്നുകളെ ജീവന് വേണ്ടി സഹായിക്കാൻ കഴിയും. നമുക്ക് ഗ്രേസിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ, പപ്പയുടെ ചാനലെന്ന് എപ്പോഴും പറയാറുള്ള ഈ ചാനലിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുക, അത് അതേ രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾക്കൊരു സഹായം കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അസ്യൂസിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. മോഡൽ നമ്പർ G531 എന്ന് പറയുന്ന ഗെയിമിംഗ് ലാപ്പാണ്. ഇത് 9th ജനറേഷനാണ്. ഒരു എന്തായാലും ഒരു 3 വർഷത്തെ പഴക്കമുണ്ട്, 3-4 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗ്രാഫിക്സ്, ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ലാപ്പിനെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് നമുക്ക് സർവീസിന് വന്നതാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും, Core i5 9th ജനറേഷൻ, GeForce GTX NVIDIA ഗ്രാഫിക്സ്. അസ്യൂസിൻ്റെ റോഗ് സീരീസാണിത്. അവരുടെ ആ ലോഗോ കാണാൻ കഴിയും. നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കിയാലോ? നോക്കാം, പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തു. കീബോർഡിൽ ഫുള്ള് ലൈറ്റുണ്ട്. ഇപ്പോൾ ലാപ്പ് പവർ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുള്ള ഫുൾ അനിമേഷൻ ലൈറ്റിൻ്റെ ഇതൊന്ന് നിങ്ങളൊന്ന് കാണണം. അപ്പം ഞാൻ പവർ ഓൺ ചെയ്യാനാണ്. ഇതാ ഓൺ ചെയ്തു. ഫുള്ള് റെഡിലിങ്ങനെ വന്നിട്ട് ഒരു മ്യൂസിക്കൊക്കെ ഇങ്ങനെ കേട്ട് ബൂട്ടായി വരുമ്പോൾ കളറൊക്കെ ചേഞ്ച് ആവും. കീബോർഡിനകത്തുള്ള അനിമേഷൻ നോക്കിക്കൊള്ളണേ. ലൈറ്റിൻ്റെ അനിമേഷനാണ് ഉദ്ദേശിച്ചത്. കാണുന്നുണ്ട്. ഗെയിമിംഗ് സീരീസാണ്. ഇതിൻ്റെ i7 i9 ഒക്കെ നമ്മൾ ഒരുപാട് റിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ ഒന്നും ആ സമയത്ത് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ഇനി തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനകം നിങ്ങൾക്കൊന്ന് തുറന്ന് കാണണ്ടേ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് സ്ക്രൂസ് ഉണ്ട് സൈഡിൽ, ഇതെല്ലാം ഇളക്കണം. ഇതിനകത്ത് ഡ്യുവൽ ഫാനാണ് വരുന്നത്. ഗെയിമിംഗ് ലാപ്പുകളെല്ലാം അങ്ങനെ തന്നെയാണ്, ഡ്യുവൽ ഫാൻ തന്നെയാണ് വരുന്നത്. ഇതാ ഡ്യുവൽ ഫാന്. ഈ കോപ്പർ പൈപ്പ് വഴിയാണ് ഇതിൻ്റെ ഹീറ്റിനെ പ്രോസസ്സറിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ GPU എന്ന് പറയുമ്പം ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അറിയാമല്ലോ. അപ്പോൾ അത് രണ്ടിൻ്റെയും ഹീറ്റ് കൊണ്ടുപോകുന്നത് ഈ പൈപ്പ് വഴി തന്നെയാണ്. എന്നിട്ട് ഇവിടെ വെന്റിലേഷനിൽ കൊണ്ടുവന്നിട്ട് ഈ 2 ഫാനും ഉപയോഗിച്ച് എയർ ഇതുവഴി കടത്തിവിട്ട് കൂൾ ചെയ്യിപ്പിക്കും. അപ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി നടക്കുന്നത്. ഇതിൻ്റെ PCH എന്ന് പറയുന്ന ചിപ്സെറ്റ് ഇതായിരിക്കുന്നു. റാം ഇതിൻ്റെ അടിവശത്തായിരിക്കും. 1 2
2 റാം ഇടാനുള്ള സ്ലോട്ട്, ബാറ്ററി പോളിമർ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്, ലിഥിയം പോളിമർ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാൻ പിന്നെ കുറേ ബക്ക് ബൂസ്റ്റ് കൺവേർഷനുകളുടെ കുറേ വോൾട്ടേജ് റെഗുലേറ്റർ ഒക്കെ കാണാം മദർ ബോർഡിനകത്ത്, USB അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഫാൻ റൺ ചെയ്യുന്നതൊന്ന് കാണാം. പിന്നെ SSD ഇത് എവിടെയാണ് വരുന്നത്, SSD. ഓക്കെ, നമുക്ക് പവർ ഓൺ ചെയ്യാം. സ്പീക്കറുകളെല്ലാം പോയിരിക്കുകയാണ് കേട്ടോ, അതാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. 2 സ്പീക്കറിൻ്റെയും പേപ്പറുകൾ ഏകദേശമായിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 ഫാനും കറങ്ങുന്നുണ്ടോ, ഓണായി വന്ന് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഇന്റേണൽ പാർട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.